നമസ്കാരം. ഞങ്ങൾ ഇന്ന് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കുറ്റാലം വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. തമിഴ്നാടിൻ്റെ റോഡിലെ ഭംഗികളൊക്കെ ഒന്ന് കാണിക്കാം. തമിഴ്നാട് പ്രത്യേക ഒരു അനുഭവമല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. ഇവിടുത്തെ റോഡാണെങ്കിലും അവിടുത്തെ കാലാവസ്ഥയും മരങ്ങളും എല്ലാം നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ല വഴികളാണ്. നല്ല റോഡ് കാണാൻ പറ്റും, നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പം കുറ്റാലം വെള്ളച്ചാട്ടം നോക്കിയാണ് ഇപ്പോൾ വന്ന് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണിക്കാമേ. വരുന്ന വഴിക്ക് ചെങ്കോട്ട വന്ന് ബോർഡർ പൊറോട്ട ഒക്കെ കഴിച്ചു. അവിടുന്ന് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നുണ്ടെങ്കിൽ നടന്നില്ല. അതേപോലെ തിരക്കായിപ്പോയി, ഭയങ്കര തിരക്ക്. ക്യൂ നിന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയത്. അത് കാരണത്താൽ അവിടുത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബോർഡർ പൊറോട്ട റഹ്മത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ആ സ്പോട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ ആ റോഡിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര വലിയ മലകളാണ് കാണുന്നത്. അല്ലേ, ആ റോഡ് ആ മലകൾ കാണുമ്പോൾ തന്നെ വലിയൊരു ഭീകര അന്തരീക്ഷം നോക്കി. ഭയങ്കര അതേപോലത്തെ വലിയ മലകളാണ് കാണുന്നത്. അവിടെ കൊണ്ട് റോഡ് അവിടെ അവസാനിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ മഴയും ഇല്ല, ഒന്നുമില്ല. അതെ, നമ്മളിവിടെ മഴയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു വഴിയാണേ. പക്ഷെ എന്നുണ്ടെങ്കിൽ നോക്കി അവിടുത്തെ കെട്ടിടങ്ങൾ നോക്കി, രണ്ട് സൈഡും ഇടതിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ, അതിന് നടുക്കൂടെ ചെറിയൊരു വഴി, കുഴപ്പമില്ലാത്തൊരു വഴി. ഒരു അമ്പലത്തിൻ്റെ നമ്മുടെ കേരളത്തിനേക്കായിട്ട് നല്ലതാണ് അല്ലേ തമിഴ്നാട് റോഡാണേലും. റോഡ് തമിഴ്നാട്ടിലെ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇതൊരു അമ്പലത്തിൻ്റെ ഒരു കമാനമൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ പോന്നേ ഉണ്ടോ? ഈ ആർച്ച് കൊടുക്കുന്ന നേരെ മേളിലോട്ടുള്ള സ്ട്രൈറ്റ് ആണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഇത് കുറ്റാലം വാട്ടർഫോൾസ് 4.6 കിലോമീറ്റർ കാണിക്കുന്നത്. എല്ലാം കുളിച്ചിട്ടാ വരുന്നതെന്ന് തോന്നുന്നേ. കുളിച്ചിട്ടായിരിക്കത്തില്ല, ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ആയിരിക്കും, തോർത്തം കൊണ്ടായിരിക്കും പോകുന്നത്. എല്ലാവരുടെയും തോളെ ഒരു തോർത്തൊട്ട്, പിള്ളേരും വലിയവരുടെ. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണേ. ഇവിടുന്ന് 2-3 വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്കിങ് ചെയ്തു. 70 രൂപയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ്. ഇതിൽ എഴുതിയേക്കുന്നത് തമിഴാണ്, അതുകൊണ്ട് നമുക്കൊന്നും വായിക്കാനും മനസ്സിലായില്ല. 70 എന്നുള്ളത് മാത്രം മനസ്സിലായിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ് ഇട്ട വണ്ടി.
നല്ല തിരക്കാണ്, വണ്ടികൾ ഇഷ്ടം പോലെയാണ് വന്ന് കിടക്കുന്നത്. നല്ല കച്ചവടങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെന്തോടി സാധനം? മണങ്കാട്ടി കിഴങ്ങ്, ആട്ടുകാലുണ്ട്, ആട്ടുകാൽ, ആട്ടിൻ്റെ കാല് പോലുണ്ട്. പക്ഷെ വെജ്, ഇത് നോൺ വെജ് വെജ് ഇങ്ങനെ പൊളിച്ചിട്ട് തോള് നീക്കിയിട്ട് ഇങ്ങനെ ചൂട് വെള്ളത്തിൽ വെച്ച് കാണിച്ച് വെജ് കാൽ സൂപ്പ്. ആട്ടിൻകാല് പോലത്തെ ഒരു വെജിറ്റബിൾ ആണ് ഈ കാണിക്കുന്നത്. പല ഐറ്റങ്ങളാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചക്കകളൊക്കെ കിടക്കുന്ന കിടപ്പുണ്ട്. അതിനൊക്കെ നോക്കി നമ്മൾ ചിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിടക്കുമ്പോൾ ഒരു വിലയില്ലാത്തമാർ വന്നപ്പോൾ കൂട്ടിയിട്ടേക്കുന്ന കാണുമ്പോൾ ഭയങ്കര രസം. ആഹാ, ഇവിടെ വിശാലമായ ഷോറൂമാണല്ലോ ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാണ് പോകുന്നത്. ആ, ഫലം പറയും. തത്തേ നോക്കി ചീട്ടെടുത്ത് ഫലമൊക്കെ പറയുന്ന എല്ലാ കാര്യവും പറയും. ഉള്ളത് പറയും. ഉള്ളത് പറയുന്ന തത്തേ പേര് പറയാം. നിങ്ങളുടെ പേര് പറയാം. ആ, പേരെന്ന് പറഞ്ഞേ തത്തേ. നിങ്ങളുടെ പേര് പറയാം. അല്ല, തത്ത പറയത്തില്ലേ? നിങ്ങളുടെ പേര് പറയാം. അല്ല, തത്ത എൻ്റെ പേര് പറയാമോ നോക്കട്ടെ ആദ്യം. നിന്റെ പേര് പറയാമോ ചോദിച്ചത് തത്തയോടെ. എന്റെ പേര് പറയാമോ? ജനിക്കുന്ന ആളാണ്. ജനിക്കുന്ന ആളാണ്. ഒരുപാട് പൈസ பிடிச்சிங்களா? നല്ല അടിപൊളി കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. എല്ലാ ഐറ്റങ്ങളും ഫ്രഷ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാവരും വെള്ളത്തിൽ ചാടി മറിഞ്ഞിട്ട് വരുന്ന നേരമാണ്. ഇവിടുത്തെ സാധനങ്ങൾ മസാല സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് വേണം ഇവിടെ വരാനൊക്കെ ഉണ്ട്. കുറച്ച് നടക്കാനുള്ള ഏരിയ കാണുന്നുണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാണ് കാണുന്നത്. എങ്ങോട്ടാ ആദ്യം പോകുന്നേ? ഇവിടെ ടാറ്റു അടിക്കുന്നവർ കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കുറ്റാലം വാട്ടർഫോൾസ്.
ഓ മനോഹരമായിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടേക്കുന്നേ, കൊള്ളാം. ആ ഒരു ഏരിയ ലേഡീസ് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ, ഈ ഒരു സൈഡ്. അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ജെൻസ് പോകുന്നത്, അവിടേക്കൊന്ന് പോകാം. ഭയങ്കര തിരക്കാണ് ഇവിടെ കേട്ടോ. നമ്മൾ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മിക്ക ആൾക്കാരും അവിടെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ വരുന്നത്. അല്ലേ, നല്ല തിരക്ക് തന്നെയാണ് കാണുന്നത്. നല്ലൊരു സൗകര്യം ഒരുക്കിയേക്കുന്നത് കേട്ടോ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ട് സൈഡിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ, ഒരു സൈഡിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, അതുകൊണ്ട് ആ ഒരു തിരക്കൊഴിവാവും. ഒരുമാതിരി ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്, അവർക്ക് പ്രശ്നമില്ല. ഈ ഒരു സൈഡിലേക്ക് ഷൈനി ഇപ്പം വരുന്നില്ല, ഞാൻ തനിച്ചാണ് പോകുന്നത്. എന്നുവെച്ചാൽ ഇങ്ങോട്ട് പെണ്ണുങ്ങളെ കയറ്റി വിടത്തില്ല. പെണ്ണുങ്ങളൊക്കെ മറ്റേ സൈഡ്, ഇതിലത് പെണ്ണുങ്ങളൊക്കെ വരുന്നല്ലോ. ഉണ്ടല്ലേ, ലോക്കർ സൗകര്യമുണ്ട് ഇവിടെ. സാധനങ്ങളൊക്കെ കൊണ്ട് സേഫ്റ്റിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അതും അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അവിടെ എല്ലാം പെണ്ണുങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്, രണ്ട് സൈഡായിട്ട്. സേഫ്റ്റി ഗാർഡുകളുണ്ട്. ചെറിയ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതിന് അങ്ങോട്ട് പ്രവേശനമില്ല, നമുക്ക് കയറാൻ പറ്റത്തില്ല. ആ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കൂടെ കൂടി നിൽക്കുക കേട്ടോ.
കുളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. രണ്ട് സൈഡിലാണ് ആൾക്കാർ നിൽക്കുന്നത്. പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ കുളിച്ച് നല്ല ടവറിൽ പോകുന്നത് തന്നെയാണ് പോകുന്നത്. ആൾക്കാരൊക്കെ വളരെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സമയമാണിത്. എല്ലാവരും അടിപൊളിയായിട്ട് കണ്ട് പോലീസുകാർ മെനക്കെട്ട് വിടുന്നുണ്ട് ആൾക്കാരെ. കുളി കഴിഞ്ഞിട്ടുള്ളൊരു പൊക്കോളനാണ് പറയുന്നത്. അതേപോലെ തിരക്കുണ്ട്, അത് കാരണത്താലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഒന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒത്തിരി ആൾക്കാർ വന്ന് കണ്ട സ്ഥലങ്ങളാണ്. എന്നാലും ഓരോ ടൈമിൽ വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലോ. ടൈനി ഇവിടെ വെയിറ്റിങ്ങിലാണ്. പോയാലോ? നല്ല രീതിയിൽ പൊട്ടറ്റൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അവർ. കറക്റ്റ് ഷവർമാർക്ക് നിന്ന് കുളിക്കുന്ന അതേ ഫീലാണ്. വരുന്നവരെല്ലാം കുളിച്ചിട്ടാണ് പോകുന്നത്. എല്ലാവരും കുളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ വരുമ്പം പ്രിപ്പയർ ചെയ്ത് തരിക, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സില്ലാതെ ആയിപ്പോയി. അപ്പം എല്ലാവരും വന്ന് വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ നല്ലൊരു പ്ലേസാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങളിവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.